ഹായ് ഡിയേഴ്സ്, ഞാൻ ആശാ സജി. ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തണം. അതായത് നിങ്ങൾക്കുള്ളതിന് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കൊണ്ടുപോവുക. എന്നിട്ട് എനിക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, നന്ദി എന്ന പോസിറ്റീവ് ഫീൽ നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ആ ദിവസത്തിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. അതുപോലെ തന്നെ തലേ ദിവസം നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചു, അതിന് നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുള്ളതിന് നന്ദി പറയുക. അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ഫീൽ ഉണ്ടാകും. ഈ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ഇതാണ് നമുക്ക് പല കാര്യങ്ങളെയും ആകർഷിക്കാനുള്ള എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണ്ടത് അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ പക്കൽ ഇപ്പോൾ ഉണ്ട്, അത് വിഷ്വലൈസ് ചെയ്യുക. ഉദാഹരണം, നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ ആ ജോലി എനിക്ക് ലഭിച്ചു എന്ന ഫീലിങ്സിലായിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആ ജോലിക്ക് പോകുന്നതും ജോലി ചെയ്യുന്നതും നിങ്ങൾ ആദ്യത്തെ ശമ്പളം വാങ്ങുന്നതായിട്ടും ആ ശമ്പളം വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക അതൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്കിപ്പോൾ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. എല്ലാ ദിവസവും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന ഫീലിങ്സിൽ നിങ്ങൾ എത്തും. അതിന് ദിവസവും ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എൻ്റേതായി കഴിഞ്ഞിരിക്കുന്നു, അത് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധിയാണ്. സമൃദ്ധിയുടെ എനർജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള വഴിയൊരുക്കുന്നത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന ഫീലിങ്സിൽ എത്തുമ്പോൾ ആഗ്രഹം ഉപബോധ മനസ്സിൽ സ്റ്റോറായി ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത് നടക്കുകയും ചെയ്യും. നിങ്ങൾ സമൃദ്ധിയുടെ അവസ്ഥയിലായിരിക്കണം. അതിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. അതാണ് നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ എനർജിയാണ് നിങ്ങളിലേക്ക് പലതും എത്തിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ജോലിയുടെ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.